എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഇന്ന് നവരാത്രി ആരംഭമായി അല്ലേ? എല്ലാവരും കഴിയുന്നതും ഹിന്ദുക്കളാണെങ്കിൽ ലളിതാ സഹസ്രനാമം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിശ്വസ് ചോദിച്ചു കഴിഞ്ഞാൽ ദേവി തീർച്ചയായിട്ടും സാധിച്ചു തരുന്നതാണ്. ഡിലേ ആവുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സ്പീഡപ്പായിട്ട് നടക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നോക്കിയിട്ട് കുറേ നാളായി അല്ലേ? ഒരുപാട് നാളായി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് നിങ്ങളെക്കുറിച്ച് എന്തായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്നലത്തെ തോട്ട്സാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഒരിക്കലും ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാ പേർക്കും റെസനേറ്റ് ആയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് റിസൾട്ട് വന്നാലും ഓവറായിട്ട് സന്തോഷിക്കുകയോ ഓവറായിട്ട് സങ്കടപ്പെടുകയോ ഒന്നും ആവശ്യമില്ല. ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇന്ന് മുതൽ പേഴ്സണൽ റീഡിംഗ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു 1 വീക്ക് എന്തായാലും പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നുണ്ട്. അതിന് ശേഷം ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ അന്നേരം പറയാം. ഓക്കെ, എന്തായാലും ഫ്രൈഡേ വരെ പേഴ്സണൽ റീഡിംഗ് ഞാൻ എടുക്കുന്നുണ്ട്. അതേപോലെ നാളെ 11 o'clock സബ്സ്ക്രൈബേഴ്സ് ലൈവ് നമുക്ക് ചെയ്യാം. ലാസ്റ്റ് വീക്ക് ഒരു ദിവസമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെയും കൂടെ സബ്സ്ക്രൈബേഴ്സ് ലൈവ് 11 o'clock കേട്ടോ. പേഴ്സണൽ റീഡിങ് 2 to 3 days എടുക്കുവേ. ഞാൻ ആദ്യമേ പറയുകയാണ്. ഓക്കെ, അപ്പോൾ വേണ്ടവർ നമ്പർ കൊടുത്തേക്കാം, കോണ്ടാക്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് എടുക്കുകയാണേ. ഓക്കെ, 6 of Wands, High Priestess, 8 of Wands, Page of Wands, good, 3 of Cups, 2 of Pentacles. എല്ലാം കറക്റ്റായിട്ട് വരുന്ന അവിടെ ഒരു 2 of Pentacles ഒരാവശ്യമില്ലാതെ അല്ലേ? Sun, Magician, 3 of Pentacles, Tower. Okay, Judgment, Ace of Cups, Queen of Pentacles. ഇവിടെ ആദ്യ നോട്ടത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രപ്പോസൽ, അതൊരു ന്യൂ പ്രപ്പോസൽ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു കല്യാണാലോചന അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാര്യം വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അനുസരിച്ചിരിക്കും അത്. നിങ്ങൾ ഇതുവരെ അൺഎക്സ്പ്രസ്ഡ് ലവ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നു. ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്റ്റ് ആവുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജിയും റിഫ്ലക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത് വൈസ് വേഴ്സയും കൂടെ എടുത്തോളണം. ഒന്നുകിൽ നിങ്ങൾ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഒരു സൈഡ് മാത്രമേ പറയുള്ളൂ, മറ്റേ സൈഡും കൂടെ നിങ്ങൾ എടുത്തോളണം, കേസ് ബൈ കേസ് ബേസിസ്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് വെച്ച് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാരോവുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒന്നുകിൽ നിങ്ങളോ അവരോ ഒരുപാട് ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരിക്കും, കാണുന്നുണ്ടായിരിക്കും, യൂട്യൂബ് വീഡിയോസൊക്കെ ഒരുപാട് കാണുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു ടാരോ റീഡറെ സമീപിച്ചിട്ടുണ്ട് ഒരു ടാരോ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാരോ ആയിട്ട് കണക്റ്റ്, അതായത് നിങ്ങൾ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കും, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാരോ റീഡർ ആയിരിക്കാം. അല്ലെങ്കിൽ ഓക്കൾട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, ഓക്കൾട്ട് പറഞ്ഞാൽ ടാരോ, ന്യൂമറോളജി, ജ്യോത്സ്യം, ഇതെല്ലാം ഇങ്ങനത്തെ വകുപ്പിൽപ്പെട്ട എല്ലാം തന്നെ ഓക്കൾട്ടിൽ പെടുന്നതാണ്. ആ ഒരു രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം,
സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് വിളിക്കണമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായി വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് വളരെ തീവ്രമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. പേജ് ഓഫ് ഫോൺസ് വെച്ചിട്ട് വീണ്ടും അതൊരു മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ എനർജി. അവിടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നോക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫോട്ടോ DP, അതുപോലെ നിങ്ങൾ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ അവിടെയെല്ലാം ഇവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ 3 ഓഫ് കപ്സ് വെച്ചിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, അതായത് നിങ്ങൾ ഒരുമിച്ച് കുറച്ച് സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ് ഒക്കെ ഇവർ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളെ ഒന്ന് വന്ന് കാണണം, മറ്റുള്ളവർ കൂടെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി, ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്ലി സംഭാഷണമാണെങ്കിൽ പോലും മതി, കൂട്ടുകാർ ചുറ്റും ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, വേറെ ആര് ചുറ്റും ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല, നിങ്ങളെ ഒന്ന് കാണുക, ഒന്ന് സംസാരിക്കുക, അതിനെ പറ്റിയിട്ട് അവരാഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലർ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്. എന്തുകൊണ്ടാണ് അവിടെ ജഗ്ലിംഗ് വന്നത്? ടെൽ മീ വൈ ഈസ് 2 ഓഫ് പെൻറ്റക്കിൾസ് ഹിയർ? അവിടെ ജഗ്ലിങ്ങിൻ്റെ ആവശ്യമേ വരുന്നില്ല. ലവേഴ്സും 2 ഓഫ് കപ്സും ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് ഇവർ സ്നേഹം വെളിപ്പെടുത്തി കാണില്ല കേട്ടോ. അല്ലാതെ 2 ഓഫ് കപ്സ് വരുന്ന അവിടെ ഒരു ജഗ്ലിംഗ് എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക എന്നാണ് നമ്മൾ പറയുക. ഞാനതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ലവേഴ്സും 2 ഓഫ് കപ്സും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യണോ വേണ്ടയോ, ചെയ്താൽ പ്രശ്നമാകുമോ? കാരണം മനസ്സിൽ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഇപ്പുറത്തുള്ളത് 3 ഓഫ് കപ്സ് ആയതുകൊണ്ട് ഞാൻ പറയും ഇവർ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടെയാണ്. നിങ്ങളുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുന്ന ഒരാളാണ്. 2 ഓഫ് കപ്സ് വെച്ചിട്ട് ഇവർക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കും ലവേഴ്സും അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്കും അവരോട് സ്നേഹമുണ്ട് എന്ന് ഇവർക്ക് ഒരു ഇൻറ്റ്യൂഷൻ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഏകദേശം അറിയാം നിങ്ങൾക്ക് അവരോട് ഇഷ്ടമാണെന്നുള്ളത്. പക്ഷേ ഇത് തുറന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാകുമോ എന്നൊരു ടെൻഷൻ. അതുകൊണ്ട് ഇവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു കൺഫ്യൂഷനിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടമാവുമോ എന്നൊരു ഭയം ഉള്ളതുപോലെയാണ് അവിടെ തോന്നുന്നത് കേട്ടോ. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് അവിടെ തോന്നുന്നില്ല. ലവേഴ്സ് വെച്ചിട്ട് അവർക്ക് നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അങ്ങനെയൊക്കെ തന്നെയാണ് അവർക്ക് തോന്നുന്നത്. സണ്ണ് വെച്ചിട്ട് അവർ ചിന്തിക്കേണ്ടത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് ഇവർ എന്താ പറയുക, ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ. ഇവർക്ക് നിങ്ങൾ വന്നതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു വെളിച്ചം കിട്ടിയത് എന്ന് പറഞ്ഞതുപോലെ. നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആളാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിന് സന്തോഷം വരും. അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അവർക്ക് തോന്നുന്നത് കേട്ടോ. മജീഷ്യൻ വെച്ചിട്ട് 24 മണിക്കൂറും നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇവർ ഉണർന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളുടെ ചിന്തകൾ തുടങ്ങും. ഇവർ എന്ത് ജോലി ചെയ്യുമ്പോഴും അതെ, എന്താ പറയുക, ജോലി ചെയ്യുകയാണോ, പഠിക്കുകയാണോ, പഠിപ്പിക്കുകയാണോ, ഉറങ്ങുകയാണോ, ഭക്ഷണം കഴിക്കുകയാണോ, എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ചിന്ത ബാക്ക് ഓഫ് ദി മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവിടെ നമുക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നത്. അവിടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. അതൊരു തേർഡ് പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു എനർജി അവിടെ ഒന്ന് സ്ലോ ഡൗൺ ആവുന്നതായിട്ട് കാണുന്നു. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, അതായത് സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അവർക്ക് അവരുടെ ഫാമിലിയോട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതും അവരതിൻ്റെ ഇടയിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവർക്ക് അവരുടെ ഫാമിലിയെ വിടാൻ വയ്യ, നിങ്ങളെയും വിടാൻ വയ്യ എന്നുള്ളൊരവസ്ഥയിൽ അവിടെ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ദ ടവർ. ക്ലാരിഫൈ ദ ടവർ. Clarify the tower. Where is the tower movement here?
വീണ്ടും ടവർ തന്നെയാണ്. അതായത് ഒരു ഫ്രണ്ട് സോൺ ചെയ്തിരിക്കുന്നതായിട്ട്, നിങ്ങൾ അവരെയോ അവർ നിങ്ങളെയോ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് കാണുന്നു. അവിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന് ഒരു ടവർ മൂമെൻറ്റ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു സിവിയർ ടവർ മൂമെൻറ്റ് തന്നെയാണ് കേട്ടോ. ഇതർ അവർ നിങ്ങളോട് പ്രപ്പോസ് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞാണ് എനിക്ക് നിങ്ങളെ അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല, നിങ്ങൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്, അല്ലെങ്കിൽ തിരിച്ച് അവർ പറഞ്ഞാണ്. എന്ത് തന്നെ ആയാലും രണ്ടിലെ ഏത് സിറ്റുവേഷൻ ആയാലും ആ സിറ്റുവേഷൻ അവിടെ മാറില്ല. ഓക്കെ, അത് ഫ്രണ്ട് തന്നെയാണ്. അവർ അതിനെപ്പറ്റി സ്ട്രെസ്ഡ് ആയിട്ട് ഓർക്കുന്നതായിട്ട് കാണുന്നത്. അതായത് സിറ്റുവേഷൻ മാറില്ലേ എന്ന് അവരാണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്തതെങ്കിൽ, എന്ന് നിങ്ങളാണ് ഈ ഫ്രണ്ട് സോൺ ചെയ്തിരിക്കുന്നതെങ്കിൽ അവരതിനെ പറ്റിയിട്ട് വളരെ ബോധമായിട്ട് ആലോചിക്കുന്നതായിട്ട് തോന്നുന്നു. ഈ സിറ്റുവേഷൻ മാറില്ലേ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ജഡ്ജ്മെൻ്റ് വെച്ചിട്ട് ഇവർ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഓക്കെ, അവർക്ക് നിങ്ങളെ ഒരുപാട് കാലമായിട്ട് അറിയാം, ഈ ഒരു ജന്മത്തിലെ ബന്ധമല്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ ഇവർ ഡെയിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. നിങ്ങളെപ്പറ്റി അവർ വറി ചെയ്യാറുണ്ട്. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, അസുഖമൊന്നും ഇല്ലല്ലോ, നിങ്ങളുടെ ഇമോഷൻസ് ഓക്കെ ആണല്ലോ എന്ന്, നിങ്ങൾക്ക് ലൈഫിൽ ടവർ മൊമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇവർ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ സുഖമായിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ ഇവർ ആലോചിച്ച് ബോധർ ചെയ്യാറുണ്ട്. അതാണ് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ട് ഡെയിലി. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇവർ ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ടായിരുന്നു. അവിടെ നമുക്ക് ലവേഴ്സ് വന്നിട്ടുണ്ട്, 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അല്ലേ. ചിലർക്കെങ്കിലും ഒരു റീയൂണിയൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 2 ദിവസത്തിന് ഉള്ളിൽ, കഴിഞ്ഞ 2 ദിവസത്തിനകം പരസ്പരം ഓൾറെഡി കണ്ടു കാണും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 2 ദിവസത്തിനകം തമ്മിൽ കാണാനുള്ള സാധ്യത, കണ്ട് സംസാരിക്കാനുള്ളൊരു സാധ്യത വരുന്നുണ്ട് കേട്ടോ. ഇവർ ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അതൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടാണ് അവിടെ കാണുന്നത്. ഇവിടെ പെൻറ്റക്കിൾസ് വന്ന സ്ഥിതിക്ക് ഞാൻ പറയും, ഞാൻ എപ്പോഴും ഇത് പറയാറുള്ളതാണ്, ഇവർ ഫൈനാൻസസിന് വേണ്ടിയിട്ട് ഇവരുടെ ഒരു പാരൻറ്റിന് ഡിപ്പെൻഡൻ്റ് ആണ്. അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, ഒരു പാരൻറ്റിന് ഇവർ ഡിപ്പെൻഡൻ്റ് ആണ്, അവർ ഫ്രീ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷൻ ആണ്. അവരതിനെക്കുറിച്ച്, ആ തടസ്സത്തിനെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. ആസ് ഇറ്റ് ഈസ് ആ പാരൻറ്റ് കുറച്ച് കൺട്രോളിങ് ആണ്, നാച്ചുറലി ആയിരിക്കുമല്ലോ. പാരൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. എന്തിന് കാശ് ചിലവാക്കുന്നു, എവിടെ പോയി പൈസ, എല്ലാം നമ്മൾ അന്വേഷിക്കില്ലേ. അതുപോലെ ഒരു റിലേഷൻഷിപ്പൊന്നും അവർ പഠിക്കുന്ന സമയത്തൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം ആ ഒരു ജഗ്ലിങ് സിറ്റുവേഷനിൽ അവരവിടെ നിൽക്കുന്നതായിട്ട് കാണാം. അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. കാരണം ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് വന്ന് ഒരു പ്രപ്പോസ് ചെയ്യാനോ, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കല്യാണത്തിലേക്ക് എത്തണമെങ്കിൽ ഈ പേഴ്സണ് ജോലി വേണം അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇവർ ടെൻഷനായിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. ഗിവ് ഫ്യൂ മോർ കാർഡ്സ് ഡിവൈൻ, മറ്റേറ്റൊക്കെ എടുക്കാം. Please give me few more cards for their thoughts, late night thoughts. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സിനെ കുറിച്ച് എനിക്ക് കുറച്ചുകൂടി കാർഡ്സ് തരും പ്ലീസ്. വീണ്ടും ലവേഴ്സ് കേട്ടോ, വേറെ എടുക്കുന്നതാണ് ലവേഴ്സ്. അപ്പോൾ എത്ര സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഉറക്കമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ഉറങ്ങാതെ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ഇവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ട്രാവൽ ചെയ്ത് ആ സ്ഥലത്തുനിന്ന് ദൂരേക്ക് പോയിട്ടുണ്ട്, അതും ഉണ്ടായിരിക്കും ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ റീസണായിട്ട് വരാൻ. അതായത് നിങ്ങളോ അവരോ യാത്ര ചെയ്ത് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും, ദൂരേക്ക് പോയിട്ടുണ്ടാവണം. അതിനെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് കാണുന്നു. കാരണം വേൾഡ് കാർഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവർ യാത്ര ചെയ്ത് പോയി എന്ന് അത്ര ഉറപ്പായിട്ട് പറഞ്ഞത്. ഡിസ്റ്റൻസ്, ജോഗ്രാഫിക്കൽ ഡിസ്റ്റൻസ് കാണുന്നു. ജോഗ്രാഫിക്കൽ ഡിസ്റ്റൻസ് അവർക്ക് പോവാതിരിക്കാൻ സാധിക്കില്ല എന്നൊരു സിറ്റുവേഷനാണ്. അവർക്ക് പോയേ തീരൂ അവിടെ. അപ്പോൾ അതിനെക്കുറിച്ച് അവർ സ്നേഹമുണ്ട് താനും, നിങ്ങളെക്കുറിച്ച് ബോധേഡുമാണ്. അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഡിസ്റ്റൻസ് അവരെ ബോധർ ചെയ്യുന്നതായിട്ട്
കാണുന്നു. ഓക്കെ, ഓവർ തിങ്കിങ് തന്നെയാണ് അവിടെ കാണുന്നത്. ഇവർ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് മീഡിയ എല്ലാം സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അതായത് ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങൾ അയച്ച മെസ്സേജസോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വന്ന് കാണാം ഇവരുടെ സൈഡിൽ നിന്ന്. എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ നടന്നു കാണാം. അതായത് ഇവർ യാത്ര പോകുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അവരെ ബോധർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവർ സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ടും ഫീൽ ചെയ്യുന്നു. കാരണം ഇവർക്ക് മൂവ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനോ അവർക്ക് തിരിച്ചായാലും നിങ്ങൾക്ക് മൂവ് ചെയ്ത് അവരുടെ അടുത്തേക്ക് പോകാനോ പറ്റാത്ത സാഹചര്യമാണ്. അത് അവിടെ ഒരു ഓവർ തിങ്കിങ് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ് അടുത്ത് വന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്നേഹം തന്നെയാണ്, സ്നേഹത്തോടെ തന്നെ ഇരുന്ന് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്വീൻ ഓഫ് കപ്സ്, നിങ്ങൾ ഒരു പക്ഷേ ഈ ചിന്തിക്കുന്ന ആൾ നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം, ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം. അല്ലെങ്കിൽ അവർ നിങ്ങളെ ആ സ്ഥാനത്ത് കാണുന്നു. നിങ്ങൾ അവരുടെ ഹസ്ബൻഡിനെ പോലെയാണ്, വൈഫിനെ പോലെയാണ്, ഹസ്ബൻഡ് മെറ്റീരിയലാണ്, വൈഫ് മെറ്റീരിയലാണ് എന്നിവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഈക്വലി ഇമോഷണലായിട്ട് രണ്ടുപേരും തന്നെ പരസ്പരം ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായൊരു പുതിയ റൊമാൻറ്റിക് ബിഗിനിങ്, ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണമെന്നൊക്കെ തന്നെ അവരാലോചിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് വിഷമത്തോടെ ഒറ്റപ്പെട്ട മനസ്സോടുകൂടി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. നിങ്ങളോ അവരോ യാത്ര ചെയ്ത് ഇവരുടെ അടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസിലേക്ക് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവർ കുറച്ച് ബോധേഡായിട്ട് ആലോചിക്കുന്നതായിട്ടും ഒറ്റപ്പെട്ടൊരു ഫീലിങ്ങിൽ ഇരിക്കുന്നതായിട്ടും തന്നെയാണ് കാണുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ്, ഒരേ ഒരു കാർഡ് എടുത്തിട്ട് നമുക്ക് നിർത്താം. ഗിവ് മീ ദ ലാസ്റ്റ് കാർഡ്. ഗിവ് മീ വൺ ലാസ്റ്റ് കാർഡ്. ഓക്കെ, ജസ്റ്റിസ് കാർഡ് തനിയെ വീണതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണം, ന്യായപ്രകാരം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്ന് അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ എന്തോ ഒരു കോർട്ട് കേസ് ഒക്കെ നേരിടാനുണ്ട്, അതിനെക്കുറിച്ചിട്ടും അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നാച്ചുറലി രാത്രി നേരത്താണല്ലോ നമ്മൾ ഈ വക ചിന്തകളൊക്കെ കൊണ്ടുവരിക. ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്. അവിടെ ബ്ലോക്കേജ് ആണ്, അതായത് അവിടെ ഒരു കേസ് തന്നെയാണ്. ആ കേസിനെ കുറിച്ച് അവർ ആലോചിക്കുന്നതായിട്ട്, ആ കേസ് ഒരു തടസ്സമാണല്ലോ, അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. നിങ്ങളെ പറ്റിയിട്ട് ഞാൻ എപ്പോഴും പറയാറില്ലേ, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഒക്കെ എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടാണ് വരിക അല്ലേ. വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. നിങ്ങളായാലും അവരെക്കുറിച്ച് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി എന്ത് വേണം? മെസ്സേജസ് വേണോ നിങ്ങൾക്ക്? ഞാൻ രാവിലെ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, വേണേൽ കുറച്ച് മെസ്സേജസ് എടുത്ത് തരാം. ഇന്ന് മെസ്സേജസ് നമുക്ക് മിക്സ്ഡ് ആയിട്ട് എടുക്കാം. എല്ലാത്തിൽ നിന്നും 3 ഡെക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കുറച്ച് മെസ്സേജസ് ഞാൻ ഇട്ടിട്ട് ഒന്നിച്ച് വായിക്കാം കേട്ടോ. ഇനി പ്രോപ്പർ ടാരോ ഡെക്കിനും കൂടെ ഒരു 6 കാർഡ് എടുത്തിട്ട് അതും കൂടെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ആണ് എന്നും നമ്മൾ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് നോക്കിയാൽ ഒരു സുഖമില്ലല്ലോ അല്ലേ. ടാരോന്ന് ഞാൻ കുറച്ച് കൂടുതൽ കാർഡ്സ് ഞാൻ നോക്കാതെ എടുത്തതാണ് കേട്ടോ. ഒരു കാർഡ് ഞാൻ നോക്കിയിട്ടില്ല, നോക്കാതെ എടുത്തതാണ്. ഓരോന്നായിട്ട് നോക്കിയെടുക്കാം. ആദ്യം ഒറാക്കിൾ തന്നെ നോക്കാം. ഗോസിപ്പ്, ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. അതാണ് അവരെ സ്റ്റോപ്പ് ചെയ്യുന്നൊരു കാര്യം കേട്ടോ. മറ്റുള്ളവരെന്ത് പറയും എന്നുള്ള ഭയം, അത് അവരെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് പറയുന്നു. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ.
ഇവരുടെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞിട്ടില്ല, തുറന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവരാലോചിക്കുകയാണ്. ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. നിങ്ങൾ പഴയ ഫ്രണ്ട്സ് ആയിരിക്കണം, നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഐ എം ട്രൈയിങ് ടു മൂവ് ഓൺ. ചിലർ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നും പറയുന്നു. ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും അവർ ആലോചിക്കുന്നു. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. രണ്ടുപേരും തന്നെ റിലേഷനിൽ പരസ്പരം ഹേർട്ട് ചെയ്യുന്നതായിട്ട്, വല്ലാതെ വിഷമിക്കുന്നതായിട്ട് കാണുന്നു. അടുത്ത ഇടയ്ക്ക് മേക്ക് ദ എഫേർട്ട്. ഗ്രേറ്റ് ലവ് ഇസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ, ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ അവർക്ക് ആൾക്കാരെന്ത് പറയും, എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ കേസിൽ മുന്നോട്ട് പോകണം. നിങ്ങളല്ലെങ്കിൽ അവർ മുന്നോട്ട് പോയി എഫേർട്ട് ഇട്ടാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ പറയുന്നത് നിങ്ങളാണ് നിങ്ങളെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതെങ്കിൽ ദയവായി മുന്നോട്ട് വന്ന് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യൂ എന്ന് അവർ പറയുകയാണ് നിങ്ങളോട്, കേട്ടോ. വർത്ത് വെയിറ്റിംഗ് ഫോർ. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. അതായത് ഡിവൈൻ ടൈമിങ്ങിൽ ശരിയായ സമയത്ത് എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നു, കേട്ടോ. സോൾമേറ്റ്. യെസ്, ദിസ് ഇസ് യുവർ സോൾമേറ്റ്. നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ് എന്നവർക്ക് റിയലൈസേഷൻ വന്നിട്ടുണ്ട്. റിലീസ് യുവർ എക്സ്. ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി. ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും പുറത്ത് കടന്ന് ഇവരുടെ അടുത്തേക്ക് വരാനാണ് ഇവർ പറയുന്നത്, കേട്ടോ. റീകൺസിലിയേഷൻ. സമൺ ഫ്രം യുവർ പാസ്റ്റ് ഇസ് റിട്ടേണിങ് ടു യുവർ ലൈഫ്. പിരിഞ്ഞു പോയ ആരോ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങളുടെ ആരെങ്കിലും ഒരു എക്സ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഹെൽപ്പ് എടുക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് എടുക്കൂ. എംപ്രസ്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് സാന്നിധ്യമാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു. അവർ പറയുന്നത് നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഇല്ല. നിങ്ങൾ കൊടുത്ത സ്നേഹം, കരുതൽ ഒന്നും ഇവർക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. നിങ്ങളെ കാണാനും അവർക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമാണ്, അവരുടെ ലൈഫ് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. രാവിലെ എണീറ്റാൽ രാത്രി വരെയും അവർ ഉറങ്ങുമ്പോഴും സ്വപ്നത്തിലും എല്ലാം തന്നെ നിങ്ങളെ തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ അതായത് ഇവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ തുടർച്ചയായിട്ട് ഇവർ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുകയാണ്, കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താൻ സാധിക്കുന്നില്ല എന്നാണ് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത്. അടുത്തത് വേൾഡ് കാർഡാണ്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം, അതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസ് അവർക്ക് വിഷമമുണ്ടാക്കുന്നു എന്ന് അവർ പറയാൻ ആഗ്രഹിക്കും. കാരണം വിചാരിക്കുന്ന സമയത്ത് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്റ്റൻസ് അവർക്ക് ബോധറേഷൻ ഉണ്ടാക്കുന്നു എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ദേ വോണ്ട് ടു സേ ഐ ലവ് യു. അവർക്ക് എന്ത് പറയണം? നിങ്ങളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെ കാണണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം, പരസ്പര സ്നേഹം പങ്കുവെക്കണം എന്നെല്ലാം അവർ ആഗ്രഹിക്കുന്നു എന്നും പറയുന്നു. വീണ്ടും ലവേഴ്സ്. ഞാൻ നോക്കിയെടുത്ത കാർഡല്ല കേട്ടോ, ഇതൊന്നും കണ്ണടച്ചിട്ടാണ് ഞാൻ എടുത്തത്. ലവേഴ്സ്. വീണ്ടും അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നവർക്ക് തോന്നാറുണ്ട് എന്നും പറയുന്നു. അവർക്ക് റീയൂണിയൻ, നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം വളരെ തീവ്രമായിട്ട് തന്നെയുണ്ട്. ലോങ് ഡിസ്റ്റൻസ് മൂലം അതിന് സാധിക്കാത്തവർ 5 ഓഫ് കപ്സും 4 ഓഫ് സ്വാർട്സുമാണ്. അതായത് സ്ട്രെസ് അനുഭവിക്കുകയാണ്. ഈ ഡിസ്റ്റൻസ് മൂലം ഇവർക്ക് ഇവരുടെ സ്നേഹം പ്രകടിപ്പിക്കാനോ വിചാരിക്കുമ്പോൾ നിങ്ങളെ വന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഇവർ സ്ട്രെസ്ഡാണ് എന്ന ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് എന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറക്കമില്ല, ഉറങ്ങാൻ സാധിക്കുന്നില്ല, മിസ്സിങ് എനർജിയാണ്, ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നും ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പുതിയ റീഡിങ്സുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. ഹൈപ്പ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ റീച്ചബിലിറ്റി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ നിങ്ങളുടെ എനർജി കൂടെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളും
തമ്മിലുള്ള ലിങ്ക് സബ്സ്ക്രിപ്ഷനാണ്. ഓക്കെ, അപ്പം അത് ചെയ്തേക്കുക. അതേപോലെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. ഇത് പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ. ഈ ഒരു 1 വീക്ക് നമ്മൾ ചെയ്യാം പേഴ്സണൽ റീഡിംഗ്. അതിന് ശേഷമുള്ളത് ഞാൻ പറയാം. അതേപോലെ വേറെ എന്താണ്, നാളെ 11 മണിക്ക് ലൈവ് ഉണ്ട്, വന്നോളൂ എല്ലാവരും. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല വിശേഷം. അപ്പോൾ എല്ലാവരും അതുവരെ ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. കഴിയുന്നതും ലളിതാ സഹസ്രനാമം കേൾക്കുക കേട്ടോ, 9 ദിവസം. അപ്പോൾ ശരി, അടുത്ത കാണും വരെ ബൈ.